الذي قال في محكم التنزيل واستعينوا بالصبر والصلاة إن الله مع الصابرين. أحمده حمدا كثيرا وأشكره شكرا كبيرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. عباد الله، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ലോകരക്ഷിതാവായ സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് എന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിലേക്ക് യാത്രയാവേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി, തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് നിങ്ങളെ ഓതിക്കേൾപ്പിക്കാൻ കാരണം വിശുദ്ധ ഖുർആന്റെ താല്പര്യങ്ങൾ, അധ്യാപനങ്ങൾ, നിർദ്ദേശങ്ങൾ, അവകളുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്, അതല്ലെങ്കിൽ നമ്മളും ആ നിർദ്ദേശങ്ങളും എവിടെ നിൽക്കുന്നു, ഖുർആന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുവാൻ വേണ്ടി ഒരു നിർദ്ദേശം മാത്രം, ഒരു ആയത്ത് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകൾ നമ്മളിങ്ങനെ ഖുർആൻ വായിക്കുമ്പോൾ, അതിന്റെ അർത്ഥസഹിതം പരിശോധിക്കുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കണം, ഈ ആയത്ത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരാം. അല്ലാഹു പറയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്അ, നിങ്ങളിൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. അൻ യൂതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, പാവങ്ങളായ, കുടുംബക്കാരായ, മുഹാജിറുകളായ ആളുകൾക്കൊക്കെ കൊടുക്കുകയില്ല എന്നവർ സത്യം ചെയ്യരുത്. വല്യഅഫു വല്യസ്ഫഹു, മറിച്ച് അവർ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇങ്ങനെ നേർക്കേരെ പറയുമ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം, അർത്ഥം വേണ്ടതുപോലെ മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? അത് ഖുർആന്റെ ആയത്തുകള് അതിന്റെ സബബുൻ നുസൂൽ, അവതരണ കാരണങ്ങൾ, പശ്ചാത്തലം അതും കൂടി അറിയുമ്പോഴാണ്
അത് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ തഫ്സീറുകളുടെ കൂട്ടത്തിൽ അസ്ബാബുൻ നുസൂൽ പ്രത്യേകമായി സബബുൻ നുസൂൽ അത് അവതരിക്കുവാനുള്ള പശ്ചാത്തലവും കാരണവും പ്രത്യേകം എടുത്തു പറയാൻ കാരണമാണ്. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ആയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഹദീസുൽ ഇഫ്ക് അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയ ദുരാരോപണത്തിന്റെ കഥ. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ മദീന ജീവിതത്തില് പ്രവാചകനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയ, വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെങ്കിലും ഞാൻ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് യുദ്ധത്തിന് പോവുകയാണെങ്കിലും തന്റെ ഭാര്യമാരിൽ ഒരാളെ കൂടെ കൊണ്ടുപോകും. അത് നറുക്കിട്ടെടുക്കുകയാണ് പതിവ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ വിശദമായി ആ കഥ പറയുന്നുണ്ട്. അങ്ങനെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നറുക്കാണ് വീണത്. യുദ്ധം കഴിഞ്ഞ് സഹാബികൾ തിരിച്ചു വരുമ്പോൾ മദീനത്തെത്തുന്നതിന് മുമ്പായി രാത്രി ഒരു സ്ഥലത്ത് സൈന്യം ഇറങ്ങി തമ്പടിച്ചു. അങ്ങനെ രാവിലെ അവിടുന്ന് സൈന്യം മദീനയിലേക്ക് പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ രാവിലെ മലമൂത്ര വിസർജനത്തിനായി കുറച്ച് ദൂരക്ക് പോയി. മരുഭൂമിയല്ലേ. തിരിച്ചു വന്ന് നോക്കുമ്പോ ആളുകളെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹൗദജ്, ഒരു കൂടാരം, ഒട്ടകക്കട്ടിലുണ്ടാവുക. ഈ ഒട്ടകത്തിന്റെ പുറത്ത് വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അതെടുത്ത് വെച്ചു. അതിന്റെ അകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടാവുമെന്ന് അവർ ധരിച്ചു. പക്ഷെ തന്നെ പറയുന്നുണ്ട്, അന്ന് ഞാൻ വളരെ വെയിറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് അവർക്ക് അത്ര തോന്നിയില്ല, അവർക്കൊന്നും സംശയം ഉണ്ടായില്ല. ആയിഷയെ തിരിച്ചു വന്ന് നോക്കുമ്പോ ലാ ദാഇനു വലാ മുജീബ് എന്നാണ് ഹദീസ്. ഒരു മനുഷ്യനുമില്ല, വിജനമായ മരുഭൂമി, ആരും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് ചാരിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് കാണാതാകുമ്പോൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും. എന്നാൽ അന്നത്തെ യുദ്ധത്തിന്റെ ഒരു സമ്പ്രദായം അനുസരിച്ച് യുദ്ധത്തിന് പോകുമ്പോൾ മുമ്പിൽ ഒരാള്, ഒരു ഒന്നോ രണ്ടോ ആള് പോവും, പിന്നിലും അതുപോലെ ഒന്നോ രണ്ടോ ആളുണ്ടാവും. അതിന് മുന്നിലെ ആളെന്തിനാന്ന് വെച്ചാൽ ഈ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, വിവരങ്ങൾ എന്നൊക്കെ അറിയാനും ആ വിവരം എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മുന്നിൽ പോകുന്നത്. പിന്നെന്ന് വല്ല ആക്രമണങ്ങളും വല്ല സൈന്യങ്ങളും ശത്രുക്കളും വരുന്നുണ്ടോ, അല്ലെങ്കിൽ പട്ടാളത്തിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടി പിന്നിൽ ഒരാളുണ്ടാവും. അങ്ങനെ പിന്നിൽ വരാൻ വേണ്ടി വറാ അൽ ജയ്ഷിൽ നിശ്ചയിക്കപ്പെട്ട ആളായിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന സഹാബി. ഈ സഹാബി വരെ പോയി കഴിഞ്ഞ് പിന്നാലെ ഇങ്ങനെ വരികയാണ്. ഒന്നയാളിങ്ങനെ നോക്കുമ്പോ ഒരാളിങ്ങനെ ഒരു ബുർക്കക്കെട്ട് ഒരാളവിടെ അങ്ങനെ ഇരിക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഒരു അത്ഭുതത്തോടു കൂടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉറക്കെ പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് മരിക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല കേട്ടോ. എന്താ ആപത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്തുകളും ആപത്തുകളും ഉണ്ടാകുമ്പോഴും ഒക്കെ ചെല്ലാനുള്ളതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപ്പോ ഈ ശബ്ദത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇതല്ലാതെ ഒരു അക്ഷരവും സംസാരിച്ചിട്ടില്ല അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ കയറ്റി വളരെ പെട്ടെന്ന് മദീനയിലെത്തുകയാണ്. അപ്പോഴേക്ക് സൈന്യമൊക്കെ മദീന എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ പകൽ കുറച്ച് കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ ഇബ്നു മുഅത്തലും ഇങ്ങനെ ഒറ്റക്ക് ഒരു വാഹനപ്പുറത്ത് വന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുനാഫിക്കുകൾക്ക് അതൊരു നല്ലൊരു കോളായി. അവര് അങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി, കഥകൾ മെനഞ്ഞ്. ദൗർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ മാതിരി തന്നെ ഈ മുനാഫിക്കുകളുടെ ഈ പ്രചരണത്തിൽ ചില സഹാബികളും പെട്ടുപോയി എന്നതാണ്. അങ്ങനെ ചില സഹാബികളും ഇതിന്റെ പ്രചരണത്തിൽ പങ്കെടുത്തു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരെ ഖുർആൻ വളരെ ശക്തിയായി വിമർശിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അസുഖം ബാധിച്ച്
പുറത്തൊന്നും ഇറങ്ങിയിരുന്നില്ല, കിടപ്പിലായിരുന്നു. പുറത്ത് നടക്കുന്ന ഈ പൂരാദികളും ഈ ഇതുകളൊന്നും അവരറിയുന്നില്ല. അങ്ങനെ വെക്കുമ്പോഴാണ് ഒരിക്കൽ ഈ വിവരം ഇവരറിയാൻ ഇടയാവും. അറിഞ്ഞ ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഈ വിവരങ്ങളൊന്നും അറിയണില്ല, പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ എനിക്ക് അസുഖമാകുമ്പോൾ പ്രവാചകനുണ്ടായിരുന്ന ലുത്ഫ്, പ്രവാചകൻ എന്നോട് കാണിച്ചിരുന്ന ആ ഒരു വാത്സല്യം അത് കാണുന്നില്ല എന്നൊരു സംശയം, ഒരു നേരിയ സംശയം ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പോഴാണ് ആ കാര്യം ബോധ്യപ്പെടുന്നത്. അറിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോകാൻ സമ്മതം ചോദിക്കുകയും ഞാൻ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, അബൂ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് അവർ പോവുകയാണ്. അപ്പോഴേക്ക് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞത്, ഏകദേശം ഒരു മാസത്തോളം പ്രവാചകന് വല്ലാതെ വിഷമിച്ചൊരു ഘട്ടമായിരുന്നു. പലരെയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പല സഹാബികളോട് അന്വേഷിച്ചു കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പിന്നെ സ്വന്തം ഭാര്യയെക്കുറിച്ച് മുനാഫിക്കുകൾ ദുഷ്പ്രചരണം നടത്തിയിട്ട് അത് ദുഷ്പ്രചരണമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രവാചകന് വഹി വരേണ്ടി വന്നു. അതുവരെ പ്രവാചകന് മനസ്സിലായിട്ടില്ല. പ്രവാചകൻ വളരെ പ്രയാസത്തിലാണ്. സാഹചര്യ തെളിവുകൾ അനുകൂലമാണ്. നബി ആയിഷ ബീവിയുടെ ചില ഭൃത്യന്മാരോട്, കൂട്ടുകാരോട് ഒക്കെ ആയിഷ ബീവിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒക്കെ ഹദീസ്. ഏതായാലും വീട്ടിൽ പോയി ഉമ്മാനിരുന്ന് വാപ്പാനിരുന്ന് നിജസ്ഥിതികൾ എന്തൊക്കെയാണ് പ്രചരിക്കുന്നത് വാർത്തകളൊക്കെ അറിഞ്ഞു. പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് എന്റെ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ കട്ടിലിരുന്നു. ഈ ഒരു മാസമായിട്ട് എന്റെ കട്ടിലിൽ നബി ഇരുന്നിട്ടില്ല. ഇരുന്ന് എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ആയിഷ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി? നീ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും, ഇസ്തിഗ്ഫാർ ചെയ്തോ. അല്ല, നീ കുറ്റം ചെയ്തിട്ടില്ല, എന്താണ് വിവരം? ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയോട് പറഞ്ഞു, അജീബിയാൻ റസൂലില്ല, നബിക്ക് മറുപടി പറയൂ. ഉമ്മ പറഞ്ഞു, ഞാനെന്താ പറയണത്? അബൂ സിദ്ദീഖിനോട് പറഞ്ഞു, നിങ്ങൾ നബിക്ക് മറുപടി പറയും. അവൻ പറഞ്ഞില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ മറുപടി പറയുകയാണ്, നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ ഒരു തെറ്റുകാരിയാണ് എന്ന ധാരണയിലാണുള്ളത്. അത് ഞാൻ സമ്മതിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകും. പക്ഷേ അല്ലാഹു അഅലം അന്നീ ബരിയ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നു. വഹി വരുമ്പോഴുള്ള ചില ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ കണ്ടു വഹി ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്, യാ ആയിഷ അബ്ശിരി അന്നല്ലാഹ ബർറാക്കി, അല്ലാഹു നിന്റെ നിരപരാധിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയുകയാണ്. ഈ സമയത്ത് ഉമ്മ പറഞ്ഞു, ഖൂമി ഇലാ റസൂലില്ലാ, നബിന്റെ അടുത്തേക്ക് ചെന്ന് നബിക്ക് സ്തുതി പറയൂ എന്ന് അർത്ഥത്തിൽ ഉമ്മ പറഞ്ഞപ്പോ ആയിഷ പറഞ്ഞു, മറുപടി എന്താ അറിയുങ്ങൾ? അനലാ അഖൂമു അനലാ അഹ്മദു ഇല്ലല്ലാഹ അല്ലദീ ബർറഅനി, എന്റെ നിരപരാധിത്വം പ്രഖ്യാപിച്ച അല്ലാഹ്ക്ക് മാത്രമേ ഞാൻ സ്തുതിക്കുകയുള്ളൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അതാ ഉള്ള ചോയാണ്. മനസ്സിലായത്? അത്രയും പ്രവാചകന് പോലും സംശയമുണ്ടായി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന്റെ നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നൂറിലെ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന് തുടങ്ങിയിട്ടുള്ള 10 ആയത്തുകൾ ഇറങ്ങുകയാണ്. തീർച്ചയായും ആ ഇഫ്കുമായി വന്ന ആളുകൾ അവർ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ഷർറാണെന്ന്, എന്നാൽ അത് ഖൈറാണ്. അതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് അദാബുൽ അലീം, ഭയാനകമായ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് തുടങ്ങി വിശ്വാസികളോട് വലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽമുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ, ഇത് കേട്ടപ്പോ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും എന്തുകൊണ്ട് ഖൈർ വിചാരിച്ചില്ല, ഇത് കളവാണെന്ന് എന്തുകൊണ്ടാണ് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ ആക്ഷേപിക്കുന്നുണ്ട്. ഈ മേലിൽ ആവർത്തിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ഭയാനകമായ ശിക്ഷ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള 10 ആയത്താണ്. ഇത് നമ്മൾ ഇതിന്റെ കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
വാർത്തകൾ കേൾക്കുമ്പോഴേക്ക്, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ എന്ത് കേട്ടാലും കേൾക്കുന്നതിന് മുമ്പ് ഫോർവേഡ് ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായം പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് വല്ല ചീത്തയായ വാർത്തകൾ, വല്ല ആളുകളെ കുറിച്ച് നാം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതൊക്കെ ഫോർവേഡ് ചെയ്യുകയും അതൊക്കെ ഇങ്ങനെ പരത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആൻ വളരെ ഗൗരവത്തിലാണ് താക്കീത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ആയത്തിറങ്ങി, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങി. ഈ സമയത്ത് ഈ മുനാഫിക്കുകളുടെ കൂടെ ഈ പ്രചരണത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു, ഒരു സഹാബിയായിരുന്നു മിസ്തഹ് ഇബ്നു അസാസ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖിന്റെ ഖാലത്ത് അഥവാ മാതൃ സഹോദരിയുടെ മകളുടെ മകനാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖാലത്ത് മാതൃ സഹോദരിയുടെ മകളുടെ മകനാണ് മിസ്തഹ് ഇബ്നു അസാസ്. ഒരു പാവപ്പെട്ട മുഹാജിറിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹാബിയായിരുന്നു. അപ്പൊ ഈ സഹാബിക്ക് എല്ലാ ചെലവുകളും സംരക്ഷണവും ഒക്കെ കുടുംബം എന്ന നിലക്കും പാവപ്പെട്ടവൻ എന്ന നിലക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്തിരുന്നത്. ഈ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടപ്പോൾ ഈ ഇഫ്ക് പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് സ്വാഭാവികമായും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇനിമേൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കുകയില്ല. സ്വാഭാവികമല്ലേ? സ്വന്തം മകളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോ അതിന്റെ കൂടെ കൂടുന്ന ആളുകൾ നമ്മുടെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ കുടുംബമായിട്ട് എന്നിട്ട് അവനത് ചെയ്യുന്നുവെങ്കിൽ ഇനി അവന് ഉപ്പും ചോറും കൊടുക്കുന്നത് നിർത്തുക എന്നത് സ്വാഭാവികമല്ലേ? ഇനി മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്ന് പ്രവാചകൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് സത്യം ചെയ്തു. ഈ സമയത്താണ് ആ 10 ആയത്തിന്റെ തുടർന്നുകൊണ്ട് ഇറങ്ങുന്ന ആയത്താണ് വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ. നിങ്ങളിൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാ. അടുത്ത ബന്ധുക്കൾക്ക്, പാവങ്ങൾക്ക്, മുഹാജിറുകൾക്ക് കൊടുക്കുകയില്ല എന്നവർ സത്യം ചെയ്യരുത്. മറിച്ച് വൽയഅഫു വൽയസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മകളെ കുറിച്ച് അപരാധം പറഞ്ഞവനെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് കയറ്റോ? ഇത്രയും കാലം തന്റെ ഉപ്പും ചോറും തിന്നവൻ. പക്ഷെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ആ തീരുമാനം ശരിയല്ല, പുറത്തു കൊടുക്കണം, എത്ര വലിയ പാതകമാണെങ്കിലും. കാരണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇത് കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബലാ വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, പടച്ചോൻ എനിക്ക് പുറത്തു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹി ലാ അൻജഉഹാ അൻഹു അബദാ, ഇനി ഒരിക്കലും ഞാൻ നിർത്തൽ ചെയ്യുകയില്ല, പൂർവോപരി കൂടുതലായി ഞാൻ നൽകും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ അതിന് മറുപടിയായി അല്ലാഹുവിനോട് ശപഥം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ, സ്നേഹിതന്മാരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ആരെങ്കിലുമൊക്കെ നമ്മോട് ചെയ്താൽ പിന്നെ ഒരു കാലത്തും നമ്മളത് പുറത്തു കൊടുക്കും. അത് നമ്മളിങ്ങനെ കൊറ്റത്ത് വെച്ച് നടക്കും. പിന്നെ അവനായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അത് കുടുംബങ്ങളിൽ കാണാം, മക്കളും മാതാപിതാക്കളും തമ്മിൽ കാണാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കാണാം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കാണാം, സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും സ്വത്തോരിയക്കുമ്പോഴത്തോ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ ഓൻ പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞു, ഓ ഇങ്ങനെ പറഞ്ഞു, അത് വലിയ കാര്യമായിട്ട്. അധ്യാപകന്മാർ, വിദ്യാർത്ഥി എപ്പോഴെങ്കിലും ഒന്ന് അധികമായി സംസാരിച്ചാൽ അത് അധ്യാപകൻ അത് പൊറുക്കാതിരിക്കുക, അധ്യാപകൻ പറഞ്ഞാൽ വിദ്യാർത്ഥി പൊറുക്കാതിരിക്കുക.
ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്. അതൊക്കെ പുറത്തു കൊടുക്കാൻ, അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ അനുയായികളാണ്. പ്രവാചകന്റെ സഹാബികളുടെയും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് എത്ര എക്സാമ്പിളുകൾ നമുക്കറിയാം. അവർക്ക് ഈ ഖുർആന്റെ അധ്യാപനങ്ങൾ എന്തുമാത്രം അവരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കറിയാലോ, പ്രവാചകർ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും പവിത്രമായ ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ്. ആ സ്വഭാവത്തിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന സ്വഭാവം ഏതാ നബിയുടെ? പ്രവാചകന്റെ സ്വഭാവത്തിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന സ്വഭാവം വിട്ടുവീഴ്ച, മാപ്പ്, പൊറുക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. മക്ക ഫതഹിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുഴുവനും, ജസീറത്തുൽ അറബ് മുഴുവനും ഏറെക്കുറെ പ്രവാചകൻ അധീനതയിൽ വരികയാണ്. അങ്ങനെ കഅബയുടെ താക്കോൽ വാങ്ങി തുറന്ന് അതിനുള്ളിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അവിടെ അപാലവൃദ്ധം ആളുകൾ, ഖുറൈശികൾ ഒക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? പ്രവാചകനെയും അനുയായികളെയും ക്രൂരമായി മർദ്ദിച്ചവർ, പ്രവാചകന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവർ, പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കേട്ടവർ, തന്നെയും അനുയായികളെ നാട്ടിപ്പുറത്താക്കിയവർ എല്ലാവരും ഉണ്ട്. അവർക്ക് വന്നു നോക്കുകയാണ്. നബി ഒരക്ഷരം പറഞ്ഞാൽ വാഴക്കല പോലെ അവരുടെയൊക്കെ തലകൾ തെറിച്ചു പോകും. പ്രവാചകനോട് ചോദിച്ചു, മാതാ തദുന്നൂന അന്നീ ഫാഇലും ബിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് കൂട്ടരെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? ഖാലൂ അഖുൻ കരീം വബ്നു അഖിൻ കരീം. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാനില്ല, അങ്ങ് മാന്യനായ ഒരു സഹോദരനാണ്, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനാണ് എന്ന് ദയനീയമായ ഒരു അഭ്യർത്ഥന മാത്രമാണ് അവിടുന്നുണ്ടായത്. അപ്പോഴാണ് നബി പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബൂ അൻതും മുത്ലഖാ, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. എന്റെ സഹോദരൻ യൂസുഫ് പണ്ട് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, നിങ്ങളുടെ പേരിൽ യാതൊരുവിധ ശിക്ഷാ നടപടികളുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. ഇഷ്ടമുള്ളവർ ഇസ്ലാമിൽ ചേരാം, പോകേണ്ടവർ പോകാം, അവിശ്വാസിയായി നിൽക്കേണ്ടവൻ അങ്ങനെ നിൽക്കാം. ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്തില്ല. അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുകയാണ് പ്രവാചകൻ. അതുപോട്ടെ, അത് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഈ മഹത്തായ കാരുണ്യത്തിന്റെ മുമ്പിൽ പ്രവാചകനെ അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ആ കടന്നു വന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത് ബൈഅത്ത് ചെയ്തുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. പുരുഷന്മാരുടെ ഊഴം കഴിഞ്ഞു, സ്ത്രീകളുടെ ഊഴമായി. ആ സമയത്ത് ഒരു മുഖം, തന്റെ തട്ടം മുഖത്തുകൂടെ മറച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം തിരിച്ചറിഞ്ഞു. നബി ചോദിച്ചു, അന്തി ഹിന്ദ്, നീ ഹിന്ദാണോ? ഇടറുന്ന കണ്ടത്തിൽ അവർ പറഞ്ഞു, അന ഹിന്ദ് യാ റസൂലല്ലാഹ് യഗ്ഫിർ ലി മാ ഖദ് സലഫ്. നബിയെ, ഞാൻ ഹിന്ദ് തന്നെയാണ്, കഴിഞ്ഞതെല്ലാം പുറത്തു തരണം. ആരാണ് ഹിന്ദ് നിങ്ങൾക്കറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി ചെയ്ത് കൊല്ലാൻ ആളേർപ്പെടുത്തിയ, എന്നിട്ടും അരിശം തീരാതെ ആ ജഡം നോക്കി കണ്ട് കീറിമുറിച്ച് അതിൽ നിന്നും കരള് വലിച്ച് കടിച്ചു തുപ്പിയ ഹിന്ദാണ് പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഹിന്ദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിന് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ ഗഫറല്ലാഹു ലകി യാ ഹിന്ദ്, പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരട്ടെ എന്ന് റബ്ബിനോട് ഹിന്ദിന് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. പക്ഷെ നമുക്ക് എത്ര ആൾക്ക് അതിന് സാധിക്കും? നമ്മോട് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്താൽ അത് വിട്ടുവീഴ്ച ചെയ്യാൻ, പുറത്തു കൊടുക്കാൻ, പടച്ചോനെ വിചാരിച്ച് അത് മറക്കാൻ നമുക്ക് സാധിക്കാൻ. കൊല്ലങ്ങളായി പരസ്പരം തെറ്റി നിൽക്കുന്ന എത്ര കുടുംബങ്ങളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദരങ്ങളാണ്.
അള്ളാഹുവിന്റെ അജ്ഞാനുവർത്തികളായി അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ അജ്ഞാനുവർത്തികളായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാം ഇപ്പോൾ ഒരു ന്യൂ ഇയറിന്റെ തുടക്കത്തിലാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രിയൊക്കെയായി ലോകത്തെമ്പാടും ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിൽ ഇന്നത്തെ പത്രത്തിലെ പ്രധാന ഹെഡിങ് സ്വിറ്റ്സർലാൻഡിൽ ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ തീ പടർന്നു പിടിച്ച് 40 ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ന്യൂ ഇയറിൽ ആഘോഷിക്കുവാനുള്ളത്. സത്യത്തിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. ജീവിതം ഓരോ ദിവസവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിധിയാണ്. അത് ഓരോ ദിവസവും ചുരുങ്ങിക്കൊണ്ടിരിക്കും. ദിവസം ചുരുങ്ങുന്നില്ല, പക്ഷെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കും എന്നാണ് കവി പറഞ്ഞത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കൊരു വയസ്സ് കൂടി എന്നല്ലേ. അതിനർത്ഥം നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് ഒരു കാതം കൂടി അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൊല്ലവും കൂടി നാം ജീവിച്ചു തീർത്തിരിക്കുന്നു. അതല്ലേ സത്യത്തിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും മരണത്തിലേക്ക് തയ്യാറെടുപ്പുകൾ കൂടുതൽ നടത്തുകയുമല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ഇതില് സന്തോഷിക്കുവാനുള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നു. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യ, നിൻ ജീവിത സമയം വെട്ടിമുറിക്കും ഞാൻ. നിന്നുടെ മരണത്തിൻ സമയമളന്ന് കുറിക്കുകയല്ലോ ഞാൻ. ടിങ് ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ മിടിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം നമ്മൾ മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ചിന്തയാണ് അക്സിറു ദിക്ർ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ ലദ്ദത്തുകളും എല്ലാ സുഖങ്ങളും ഇല്ലാതെയാക്കുന്ന ആ മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും സജീവമായി നമ്മിലുണ്ടാവുക. ഒരു ന്യൂ ഇയർ അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ പെട്ടെന്ന് അറ്റാക്കായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആക്സിഡന്റായി ഒക്കെ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മയ്യത്തുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു യാത്ര നമുക്കുമുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ, ബാക്കി എല്ലാവരും തിരിച്ചു പോരും എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി പറയത്തക്ക ഒന്നും ചെയ്യാൻ എന്തുകൊണ്ടോ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് നമ്മോട് പറയുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. സഹോദരങ്ങളെ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ്, സന്മനസ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പണിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر إخوان المستضعفين في كل مكان اللهم انصرهم في غزة اللهم انصرهم في شيشان اللهم انصرهم في مشارق الأرض ومغاربها إنك على كل شيء قدير يا أكرم الأكرمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين صلى الله وسلم على النبي الكريم نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.